ലോകത്തിൽ നിന്ന് നാം നോക്കിയാൽ വിശുദ്ധ ബൈബിൾ എന്ന വാക്ക് കേൾക്കുമ്പോൾ പൊതുവെ മനുഷ്യൻ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഈ വിശുദ്ധ ബൈബിൾ എന്നുള്ളത് ക്രൈസ്തവരുടെ ഒരു മതഗ്രന്ഥം എന്നുള്ളതാണ്. എന്നാൽ ശ്രോതാക്കളെ, ഇതൊരിക്കലും ഒരു മതഗ്രന്ഥമല്ല. പാപം ചെയ്ത് ദൈവത്തെ വിട്ട് അകന്നുപോയ മനുഷ്യന് ദൈവത്തിങ്കൽ മടങ്ങിച്ചെല്ലുവാൻ ദൈവം മനുഷ്യവർഗത്തിന് വരച്ചുകൊടുത്ത വഴിതെറ്റാതെ നിത്യതയിലെത്തുവാനുള്ള അവന്റെ ഒരു ട്രാവലിംഗ് ഗൈഡാണ് വിശുദ്ധ ബൈബിൾ. അതിൽ വലിയവനെന്നോ ചെറിയവനെന്നോ ആണെന്നോ പെണ്ണെന്നോ ആര്യനെന്നോ ദ്രാവിഡനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ എന്ന് വ്യത്യാസം കൂടാതെ ആ മനുഷ്യാത്മാവിന് ദൈവത്തിങ്കൽ പോയി ചേരുവാനുള്ള എല്ലാ രൂപരേഖകളും ആഴമേറിയ സത്യങ്ങളും വിശുദ്ധ ബൈബിളിലുണ്ട്. വിശുദ്ധ ബൈബിളിന്റെ പശ്ചാത്തലം നാം പഠിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ദീർഘമായ 1600ഓളം വർഷം കൊണ്ട് 40ഓളം എഴുത്തുകാരാൽ ലോകത്തിന്റെ വിവിധ ഭാഗത്തിരുന്നു കൊണ്ടാണ് ഈ മനോഹരമായ വിശുദ്ധ ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നത്. BC 1500 സീനായി മലയുടെ അടിവാരത്തിൽ എഴുതി ആരംഭിച്ചത് AD 100 പത്മോസ് എന്ന ദ്വീപിലെ അന്ത്യ ദർശനത്തോടുകൂടിയാണ് വിശുദ്ധ ബൈബിൾ അവസാനിക്കുന്നത്. ഇതിലെ എഴുത്തുകാരെ കുറിച്ച് പഠിച്ചാൽ ദീർഘമായ 1600 വർഷത്തിനുള്ളിൽ ജീവിച്ച 40ഓളം എഴുത്തുകാരാണ് ഈ വേദപുസ്തക ഭാഗങ്ങൾ എഴുതിയിരിക്കുന്നത്. 66 പുസ്തകങ്ങളായി ക്രമീകരിച്ചതും 1189 അധ്യായമായി വേദപണ്ഡിതന്മാർ വേർതിരിച്ചിരിക്കുന്നതുമായ ഈ വിശുദ്ധ ബൈബിള് മാനവരാശിക്ക് എല്ലാ കാലത്തും ഏതൊരു തുറയിലും അനുഗ്രഹം തന്നെയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതിലെ എഴുത്തുകാരെ കുറിച്ച് പഠിച്ചാൽ പ്രശസ്തരായ രാജാക്കന്മാർ ഇതിൽ എഴുത്തുകാരായിട്ടുണ്ട്, ആട്ടിടയന്മാർ എഴുത്തുകാരായി തീർന്നിട്ടുണ്ട്, കടലോരവാസികളായ മുഖ്യന്മാർ എഴുത്തുകാരായി തീർന്നിട്ടുണ്ട്, യെരൂശലേമിന്റെ മലഞ്ചരിവുകളിൽ പാർത്തിരുന്ന വൈദ്യന്മാർ ഇതിൽ എഴുത്തുകാരായി തീർന്നിട്ടുണ്ട്. രാജാക്കന്മാരുടെ അരമനയും റോമന്റെ കാരാഗ്രഹവും ആട്ടിടയന്റെ കൂടാരവും ഒക്കെയും ഇത് എഴുതുവാനുണ്ടായ പശ്ചാത്തലങ്ങളാണ്. തമ്മിൽ കണ്ടിട്ടില്ലാത്തവരും തമ്മിൽ അറിഞ്ഞിട്ടില്ലാത്തവരും പല സാഹചര്യങ്ങളിൽ പല നിലയിലുള്ളവർ എഴുതിയതെങ്കിലും കാലാന്തരത്തിൽ ഇവ കോർത്തിണക്കിയപ്പോൾ ഒരു ചങ്ങലയുടെ കണ്ണികൾ വന്ന് ചേരും പോലെ ഒന്നോടൊന്ന് ചേർന്നൊരു മകൾ ഗ്രന്ഥമുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിളാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതിന്റെ 4/3 ഭാഗങ്ങളും പ്രവചന ഭാഗങ്ങളാണ്. സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനിയും ഭാവിയിൽ സംഭവിപ്പാൻ പോകുന്നതുമായ എല്ലാ സത്യങ്ങളും വിശുദ്ധ ബൈബിളിലുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ബൈബിളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് നാം പഠിച്ചാൽ ഒന്നാമത് ദൈവത്തെക്കുറിച്ച്, സർവശക്തനായ ദൈവം ആരെന്നും അവന്റെ മഹിമ എത്ര ഉന്നതമെന്നും അവന്റെ പ്രാപ്തി എത്ര അഗോചരമെന്നും സൃഷ്ടിയായ മനുഷ്യന് കാണിച്ചു കൊടുക്കുന്ന ഒരു മകൾ ഗ്രന്ഥമുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിളാണ് ശ്രോതാക്കളെ. രണ്ടാമതായി നാം നോക്കിയാൽ ഈ പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യം പറയുന്നത് ബൈബിളാണ്. മനുഷ്യന്റെ ശാസ്ത്രം വളരെ പുരോഗമിച്ചു. അവനിങ്ങനെ ഉയരത്തിൽ നിന്ന് ഉയരത്തിലേക്ക് പറക്കുകയാണ്. ഒരു കഴുകൻ തന്റെ ഇരയെ കണ്ടിട്ട് താൻ ഇരിക്കുന്ന കൊമ്പ് വിട്ട് ഉയരത്തിൽ പറക്കും പോലെ മനുഷ്യന്റെ അറിവിന്റെ പടികൾ ചവിട്ടിക്കയറി എന്നുള്ളത് സത്യമാണ്. പക്ഷേ പല ചോദ്യങ്ങൾക്കും മറുപടിയില്ല. മനോഹരമായ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ് ആരാണ്? ഈ ചോദ്യത്തിന് ഇന്നും ശാസ്ത്രം അന്ധകാരത്തിന്റെ ഇടനാഴികയിൽ തപ്പിത്തഴിഞ്ഞു കുടയുമ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്നു, സർവശക്തനായ ദൈവം തമ്പുരാനാണ് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബൈബിളിലെ 3ാമത്തെ വിഷയം മനുഷ്യന്റെ സൃഷ്ടിയുടെ രഹസ്യം. ശാസ്ത്രം എത്രയോ പുരോഗമിച്ചു, അനവധി സിദ്ധാന്തങ്ങൾ എഴുന്നേറ്റ് വന്നു. ചാൾസ് ഡാർവിൻ പറഞ്ഞു, പ്രകൃതിയുടെ പ്രതിഭാസമായ പരിണാമത്തിൽ കൂടെ വിധേയപ്പെട്ട ഏകകോശ ജീവിയുടെ പരിണാമത്തിന്റെ അനന്തരമാണ് മനുഷ്യനെന്നാണ് ലോകം പറഞ്ഞത്. എന്നാൽ ബൈബിൾ പറഞ്ഞു അങ്ങനെയല്ല. യഹോവയായ ദൈവം തമ്പുരാൻ ഭൂമിയിലെ പൊടിയെടുത്ത് തന്റെ സ്വരൂപവും തന്റെ സാദൃശ്യവും നൽകിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം ആര്? പ്രപഞ്ചം ആര് സൃഷ്ടിച്ചു? മനുഷ്യന്റെ സൃഷ്ടിയുടെ പിന്നിൽ എന്ത്? ഈ ചോദ്യമൊക്കെ ബൈബിളിൽ വ്യക്തമായി മറുപടി പറയുന്നു. ഏതൊരു കാലഘട്ടത്തിൽ ജീവിച്ച ഏതൊരു വ്യക്തിയുടെയും മനസ്സിൽ ഉദിച്ചുയർന്ന ഏതൊരു ചോദ്യങ്ങൾക്കും മറുപടി പറയുവാൻ കഴിയുന്ന ഒന്നുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിളാണ്. മനുഷ്യനെ അലട്ടുന്ന വലിയൊരു വിഷയമാണ് മരണം.
മരണം എന്തുകൊണ്ടെന്ന് ഇതുവരെയും മനുഷ്യൻ അറിഞ്ഞുകൂടാ. പ്രകൃതിയുടെ പ്രതിഭാസമാണ്. ഓരോ ദിവസവും ഏതാണ്ട് 5,64,000 പേർ വീതം മരിച്ച് ആ മരണത്തിരശ്ശിയിലേക്ക് അപ്പുറം പോകുന്നു. മരണത്തിന്റെ രഹസ്യം അറിഞ്ഞുകൂടാ. മരണത്തെ വിട്ട് ഓടി ഒളിക്കുവാൻ മനുഷ്യൻ ഇന്ന് ഇടം തേടുമ്പോൾ ബൈബിൾ പറഞ്ഞു, പാപത്തിന്റെ ശമ്പളമാണ് മരണം, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ഇനി അടുത്തതായി മറ്റൊരു ചോദ്യമുണ്ട്, മനുഷ്യൻ മരിച്ചാൽ എവിടെ? ആ ചോദ്യത്തിന് ബൈബിൾ പറയുന്നു, ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി. ദൈവം സകല മനുഷ്യർക്കും നിയമിച്ചു. മനുഷ്യ മനസ്സിൽ ഇതുവരെ ഉദിച്ചുയർന്നതും മനുഷ്യന്റെ പ്രാപ്തിക്ക് മറുപടി പറയുവാൻ കഴിയാത്തതുമായ ഏതൊരു ചോദ്യങ്ങൾക്കും ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യവർഗത്തിന് വ്യക്തമായി മറുപടി പറയുവാൻ കഴിയുന്ന ഒന്നുണ്ടെങ്കിൽ അത് ഈ വിശുദ്ധ ബൈബിളാണ്. ആകാശം ചുരുട്ടി ഒരു മൂലയ്ക്ക് വെക്കട്ടെ, ഈ ഭൂമി 100 കഷമായി പൊട്ടിത്തെറിക്കട്ടെ, എങ്കിലും വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ലാത്ത ഒന്നുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിളാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബൈബിൾ അത്രമാത്രം ശക്തിയുള്ളതാണ്. മനുഷ്യന്റെ എല്ലാ തുറകളിലും ബൈബിളിന് സ്വാധീനതയുണ്ട്. ഇന്ന് മനുഷ്യനായിരിക്കുന്ന പല ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെയും രഹസ്യം ബൈബിളിന്റെ പിന്നിലാണ്. പൊതുവെ നാം നോക്കിയാൽ ലോകത്തിൽ ഇതുവരെയും തല ഉയർത്തി വന്ന പ്രശസ്തരായ ശാസ്ത്രജ്ഞരെല്ലാം യഹൂദന്മാരാണ്. കാരണം അവർ ബൈബിളിന്റെ ആഴങ്ങൾ തപ്പും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശാസ്ത്രീയ പുരോഗതിയെ തന്നെ നോക്കിയാൽ എല്ലാ തുറകളിലും മനുഷ്യന് സ്വാധീനതയുണ്ട്. ലോകത്തിൽ സമ്പൽ സമൃദ്ധിയിലേക്ക് ലോകത്തിന് ചാൽ വെട്ടിത്തെളിച്ചത് പേർഷ്യൻ നാടുകളിലെ എണ്ണകളാണ്. ബ്രിട്ടീഷുകാർ ലോകത്തെ ആക്രമിച്ച് അവരുടെ കോളനി സ്ഥാപിക്കും കാലത്താണ് പേർഷ്യൻ നാട്ടിലെ എണ്ണകൾ കണ്ടെത്തിയത്. പേർഷ്യയിൽ മാത്രമല്ല, അത് യൂറോപ്പിലും ഏഷ്യയിലെ മറ്റു പല രാജ്യങ്ങൾക്കും സമൃദ്ധി നൽകിയത് പേർഷ്യയുടെ എണ്ണയുടെ രഹസ്യമാണ്. ഇത് കണ്ടെത്തി പേർഷ്യൻ നാടുകൾ സമ്പൽ സമൃദ്ധിയിലെത്തി, സത്യം തന്നെ. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്നേക്കേറിയ വർഷങ്ങൾക്ക് മുൻപ് ബൈബിൾ പറഞ്ഞിരുന്നു പേർഷ്യൻ നാടുകളിൽ എണ്ണയുണ്ടെന്ന്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വരുമ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിന്റെ മുൻപിൽ 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരോട് യുദ്ധം ചെയ്തു. ചില രാജാക്കന്മാർ തോറ്റോടി, അവർ എണ്ണക്കിണറുകളിൽ വീണുപോയി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബ്രിട്ടീഷുകാർ ഈ വചനത്തിന്റെ പിന്നിലാണ് അവിടെ എണ്ണക്കിണർ തപ്പാൻ പോയത്. പേർഷ്യൻ നാട്ടിലെ എണ്ണക്കിണർ കണ്ടുപിടിച്ച് അതിലെ ഓയിൽ സമൃദ്ധിയിലേക്ക് നമ്മെ നടത്തിയെങ്കിൽ അതിന്റെ രഹസ്യം ബൈബിളാണ് ചൂണ്ടിക്കാണിച്ചത്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വരുമ്പോൾ ആ രാജാക്കന്മാർ എണ്ണക്കിണറുകളിൽ അല്ലെങ്കിൽ കീഴ്ക്കുഴിയിൽ എന്നാണ് മലയാള ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മറ്റൊരു വലിയ കണ്ടുപിടുത്തമാണ് ഡാമിന്റെ കണ്ടുപിടുത്തം. വലിയ നീരൊഴുക്കുകളെ കെട്ടി നിർത്തി അതിനെക്കൊണ്ട് വലിയ നന്മകൾ ലോകത്തിലുണ്ടായി. നമ്മുടെ കാർഷിക മേഖലകളിൽ, നമ്മുടെ വ്യവസായ മേഖലകളിലൊക്കെ വലിയ ഡാമുകളുണ്ട്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ എന്ന് പേടിച്ചാണ് ഓരോ രാത്രിയിലും നമ്മൾ ഉറങ്ങുന്നത്. ഡാമിന്റെ കണ്ടുപിടുത്തം അത്ഭുതമാണ്. എന്നാൽ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് മനസാക്ഷിയുടെ മധ്യഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഭക്തനായ യോബ് തന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ ഇങ്ങനെ പറഞ്ഞു, അവൻ നീരൊഴുക്കിനെ കെട്ടി നിർത്തി ഗൂഢമായത് വെളിച്ചമാക്കി കൊണ്ടുവരും. ഡാം ഉണ്ടാക്കി അതിന്റെ പിന്നിൽ നിന്ന് ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കുമെന്ന് ബൈബിളാണ് പറഞ്ഞത്. ബൈബിൾ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് കണ്ടുപിടിച്ചത് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണെങ്കിലും പറഞ്ഞത് ബൈബിളാണ്. ഇയ്യോബിന്റെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ വരുമ്പോൾ എല്ലാം വായിച്ചു പോകാൻ നമുക്ക് സമയം പോരാ. വേദപുസ്തകത്തിന് മനുഷ്യവർഗത്തിന്റെ മേലുള്ള സ്വാധീനതയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പോയി ആ വേദവചനം ഒന്ന് വായിച്ചാട്ട് അവിടെ പറയുന്നു, നീരൊഴുക്കുകളെ തടഞ്ഞു നിർത്തി ഗുപ്തമായത് വെളിച്ചമാക്കി ലോകത്തിൽ കൊണ്ടുവരും. ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചിട്ട് ചുരുങ്ങിയ വർഷമേ ആയുള്ളൂ. പ്രിയമുള്ളവര്, ഇന്നേക്ക് 5000-ഓളം വർഷങ്ങൾക്കപ്പുറം ബൈബിളാണ് പറഞ്ഞത്. ഡാം കെട്ടി നിർത്തി അതിലെ വെള്ളം ഉപയോഗിച്ച് ആ ഇരുളിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ നിന്ന് ഗുപ്തമായ വെളിച്ചമാക്കി പുറത്തു കൊണ്ടുവരും. ബൈബിളല്ലേ ഈ ചാല് വെട്ടിത്തെറിച്ചത്? ബൈബിളല്ലേ ഈ കാര്യം പറഞ്ഞത്? വീണ്ടും അടുത്തതായി നമുക്ക് നോക്കാം. ഈ മനുഷ്യനെ തിരിച്ചറിയുന്ന ഒരു പദ്ധതി. ഇപ്പൊ ലോകത്തിൽ ഏറ്റവും അംഗീകരിക്കപ്പെട്ടത് നമ്മുടെ ഹസ്തരേഖയാണ്. ആധാരം എഴുതാൻ പോയാൽ, വണ്ടി രജിസ്റ്റർ ചെയ്യാൻ പോയാൽ, എവിടെ പോയാലും ഇതാണ്.
അടുത്ത കാലത്ത് ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, പുതിയ കമ്പ്യൂട്ടർ ഇറങ്ങിയിരിക്കുകയാണ്, അതിന് നമ്മുടെ കൈകളുടെ രേഖ കൊടുത്താൽ അതങ്ങോട്ട് ഓപ്പൺ ആകൂ. അതൊരു റിക്കാർഡിക്കലാണ്. പണ്ട് സീലായിരുന്നു, പിന്നെ സൈനായി. എന്നാൽ ഇപ്പോൾ നമ്മുടെ കൈയുടെ രേഖയാണ് വേണ്ടിയത്. ലോകമെമ്പാടും അംഗീകരിക്കും. യൂറോപ്പ് ആയാലും അമേരിക്ക ആയാലും ആഫ്രിക്ക ആയാലും നമ്മുടെ പഞ്ചായത്തായാലും വില്ലേജ് ആയാലും നമ്മുടെ കൈരേഖ അംഗീകരിക്കും. എന്നാൽ പ്രിയമുള്ളവരെ, 700 കോടി ജനങ്ങളെ തിരിച്ചറിയുവാൻ ശാസ്ത്രം അവന്റെ കൈരേഖ തേടി നടക്കുമ്പോൾ ഇയ്യോബ് പറഞ്ഞു, യഹോവേ, നീ മനുഷ്യനെ തമ്മിൽ തമ്മിൽ തിരിച്ചറിയേണ്ടതിന് അവന്റെ കൈകളിൽ രേഖകൾ വരച്ചിരിക്കുന്നു. കണ്ടുപിടുത്തം എവിടെയാണ് നിൽക്കുന്നത്? വേദപുസ്തകത്തിന്റെ പിന്നിലാണ് പ്രിയമുള്ളവരെ. മനുഷ്യന്റെ അറിവോ പ്രാപ്തിയോ അല്ല, ഉടയവനായ തമ്പുരാൻ പറഞ്ഞു കൊടുത്തതാണ്. ഇയ്യോബിന്റെ പുസ്തകം 37 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ വരുമ്പോൾ, നീ മനുഷ്യരെ തമ്മിൽ തമ്മിൽ തിരിച്ചറിയേണ്ടതിന് അവന്റെ കയ്യിൽ രേഖ വരച്ചിരിക്കുന്നു. ഇതറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളണമേ, നമ്മുടെ കൈരേഖയാണ് നിത്യതയിലെയും റെക്കോർഡ്. ഇന്ന് നമ്മുടെ പഞ്ചായത്തിലെ റെക്കോർഡ് ഇത് തന്നെ. കൈരേഖ വരച്ചിരിക്കുക. കയ്യിലെല്ലാം രേഖയുണ്ട്. നമ്മൾ കണ്ടാൽ ഏതാണ്ട് ഒരു 1 ഇഞ്ച് സ്ക്വയർ ആണ് നമ്മുടെ കൈ. കണ്ടാലെല്ലാം ഒരുപോലെ ഇരിക്കും. പക്ഷേ ഇന്ന് ലോകത്തിലുള്ള 700-ൽ പരം കോടി ജനങ്ങളുടെ കൈയുടെ രേഖകളെല്ലാം വ്യത്യസ്ത വരെയാണ്. ഇത് ബൈബിൾ പറഞ്ഞിട്ടാണ് ശാസ്ത്രം അത് അംഗീകരിച്ചത്. അവിടെയും തീരുന്നില്ല. ഇനി നമുക്ക് താഴോട്ട് വരാം. ഭൂമിയുടെ കണ്ടുപിടുത്തം, ഭൂമിയുടെ ഉൾവശം കത്തുന്നെന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു. അതങ്ങനെ കത്തി 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 ജ്വലിച്ചു കഴിയുമ്പോൾ ബലഹീനപ്പെട്ട ഭാഗത്തൂടെ പൊട്ടി പുറത്തു വരും. അതിനെ ശാസ്ത്രം ലാഭ അല്ലെ അഗ്നിസ്ഫോടനം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഇയ്യോബ് പറയുന്നു, മനുഷ്യൻ ഭൂമിയുടെ മുകളിൽ അവൻ കൃഷിവേലകളെ ചെയ്യുന്നു, അതിന്റെ ഉള്ളോ തീ കൊണ്ടെന്ന പോലെ വെന്തുരുകുന്നു. അങ്ങനല്ലേ വാക്യം ഇയ്യോബിന്റെ പുസ്തകം 28 അധ്യായത്തിന്റെ 5 വാക്യത്തിൽ വരുമ്പോൾ ഭൂമിയുടെ ഉൾവശം വേകുന്നു എന്ന് ബൈബിളാണ് പറഞ്ഞത്. അതിന്റെ പിന്നിലാണ് ശാസ്ത്രം ഇതൊക്കെ തപ്പാൻ പോകുന്നത്. ഇന്നും അവരുടെ അന്വേഷണങ്ങളൊക്കെ യൂറോപ്പിന്റെയും അതുപോലെ യഹൂദന്റെയും കണ്ടുപിടുത്തങ്ങളുടെ രഹസ്യങ്ങൾ ബൈബിളിന് എല്ലാ കാലത്തും സ്വാധീനതയുണ്ട്. വീണ്ടും നാം തിരുവെഴുത്തിൽ വന്നാൽ, ഭൂമി വൃത്താകാരമാണ്. ഈ വൃത്താകാരമായ ഭൂമിയെ വൃത്താകാരമാണെന്ന് പണ്ട് ഗലീലിയോ പറഞ്ഞു. പക്ഷെ അങ്ങേർക്ക് തെളിയിക്കാൻ ഒത്തില്ല. അങ്ങേരോട് ഭൂമി പരന്നതാണെന്ന് അന്നത്തെ രാജാവ് പറഞ്ഞു. മനസ്സില്ല, മനസ്സോടെ താൻ യാത്ര ചെയ്തു. എന്നാൽ നാവികനായിരുന്ന കൊളംബസ് തന്റെ അമേരിക്കയിലേക്കുള്ള യാത്രയ്ക്കിടയിൽ താനാണ് ലോകത്തോട് പറഞ്ഞത് ഭൂമി ഉരുണ്ടതാണെന്ന്. ഇന്നേക്ക് ഏതാണ്ട് 560-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് യാത്ര തിരിച്ച കൊളംബസ് ആണ് പറഞ്ഞത് ഭൂമി ഉരുണ്ടതാണെന്ന്. എന്നാൽ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ബൈബിൾ എഴുതി, നീ ഭൂമിക്ക് വൃത്താകാരം വരച്ചിരിക്കുന്നു. ഹല്ലേലൂയ! ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി എത്ര വലുതാണ് പ്രിയമുള്ളവരെ. തിരുവെഴുത്തിനെ ആർക്കും ചവിട്ടി തൂക്കാൻ സാധ്യമല്ല. ബൈബിളാണ് പറഞ്ഞത് ഭൂമി വൃത്താകാരമാണെന്ന്. വീണ്ടും നാം തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ ബൈബിളിൽ ഇങ്ങനെ എഴുതി, ആറ്റമിക്ക് കണ്ടുപിടിക്കുമെന്ന്. അത്ഭുതമല്ലേ? ആറ്റമിക്ക് കണ്ടുപിടിക്കും. പള്ളിക്കൂടത്തിന്റെ എണ്ണ കാണാതെ കടലോരങ്ങളിൽ കക്കായും മത്സ്യവും പെറുക്കി നടന്ന സാധുവായ പത്രോസ് പരിശുദ്ധാത്മാവ് പ്രാപിച്ചപ്പോൾ അന്ത്യനാളുകളെ കണ്ടിട്ട് പറഞ്ഞു, ആകാശം കൊടുമുഴക്കത്തോടെ നീങ്ങിപ്പോകും, ഭൂമിയും അതിന്റെ മൂലപദാർത്ഥങ്ങളും കത്തിയഴിയും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സാധുവായ മനുഷ്യൻ എഴുതിയ റെക്കോർഡുകൾ ബൈബിളിലുണ്ട്. 1 പത്രോസ് 3 അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 10 വാക്യത്തിൽ അദ്ദേഹം പറയുന്നു, ഭൂമിയുടെ മൂലപദാർത്ഥം കത്തുമെന്ന്. അന്ന് തീപ്പെട്ടി പോലും കണ്ടുപിടിച്ചിട്ടില്ല പ്രിയമുള്ളവരെ. അങ്ങനെ ഒരു കാലഘട്ടത്തില് സാധുവായ മനുഷ്യൻ പറയുന്നു, ഭൂമിയുടെ മൂലപദാർത്ഥം കത്തിയെരിയുമെന്ന്. ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്ന് പറയുന്ന യഹൂദൻ ആറ്റമിക്കിന്റെ വിഭജനത്തെ കണ്ടുപിടിച്ച് 1945-ൽ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും സഖ്യകക്ഷികൾ ബോംബിടുമ്പോൾ ഭൂമിയുടെ മൂലപദാർത്ഥം കത്തുന്നത് കണ്ടു. ബൈബിളിന്റെ വചനം നിവർത്തിയായി. നമ്മുടെ ദൈവം എത്രയോ ശക്തൻ. ഈ തിരുവെഴുത്തുകളെ വായിക്കുവാൻ, അത് ഗ്രഹിക്കുവാൻ, അത് മാർവോട് ചേർത്ത് കൊണ്ടു നടക്കുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നാം തിരുവെഴുത്തിൽ കടന്നു വന്നാൽ ശാസ്ത്രീയമായ ഒരുപാട് കാര്യങ്ങളിൽ ബൈബിളിന്റെ സ്വാധീനത നമുക്ക് കാണാം. തിരുവെഴുത്തിൽ വരുമ്പോൾ ചാവുകടകളുടെ സമ്പത്ത്,
ചാവുകടലിന്റെ സമ്പത്തിനെ കുറിച്ചൊരു പ്രവചനമുണ്ട്. യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, ഇസ്രായേലേ, നീ മടങ്ങി നിന്റെ ദേശത്ത് വരുമ്പോൾ സമുദ്രത്തിന്റെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. സോദോമിൽ തീയിറങ്ങി മനോഹരമായ കടലുരുകി ഒരു ചാവുകടലായി തീർന്നു. ആ ചാവടലിന് മേളിൽ ഒരു പക്ഷിയെ പറപ്പിച്ചു വിട്ടാൽ അക്കരെ എത്തും മുമ്പ് അത് മയങ്ങി വീഴും. ഒരു മത്സ്യത്തിനും ജീവിപ്പാൻ കഴിയാത്തവണ്ണം ഭയങ്കര കാഠിന്യമുള്ള വെള്ളമാണ്. ബ്രിട്ടീഷുകാർ ശാസ്ത്രലോകത്തിന്റെ അടിസ്ഥാനം ഭാഗ്യവരാണ്. അവരത് അരിച്ചു പെറുക്കിയിട്ട് അതിനകത്ത് വെറും പന്നെ ഉപ്പല്ലാതെ ഒന്നുമില്ലെന്ന് പറഞ്ഞു പോയെങ്കിൽ ബൈബിൾ പറഞ്ഞു സമുദ്രത്തിന്റെ സമ്പത്ത് അതിലുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇസ്രായേൽ സ്വദേശത്തേക്ക് വന്നപ്പോൾ ഇന്ന് അതെടുത്ത സമ്പത്ത് നോക്കിയാൽ ഏറ്റവും വിലയേറിയ യുറേനിയം, തോറിയം, പ്രൊട്ടക്ടീനിയം, മാഗ്നീഷ്യം എന്നിവയുടെ വലിയ ഭണ്ഡാരമാണ് ചാവുകടലിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ബൈബിളാണ് പറഞ്ഞത് സമുദ്രത്തിന്റെ ഉള്ളിൽ സമ്പത്ത് സൂക്ഷിച്ചിട്ടുണ്ടെന്ന്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിലെല്ലാത്തിനുപരിയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മനുഷ്യന്റെ അവയവങ്ങൾ വിൽക്കും. പണ്ടേ കാലത്ത് അതൊന്നുമില്ല. നമ്മൾ മാർക്കറ്റിലോട്ട് പോയാൽ മതി, എന്ത് വേണോ, ഹാർട്ട് വേണോ, ലിവർ വേണോ, കിഡ്നി വേണോ, നട്ടല് വേണോ, വാരിയൽ വേണോ, ഇനി ഏതെല്ലാം നമുക്ക് വേണ്ടിയത് അതൊക്കെ നമുക്ക് മാറി വെച്ച് തരും. എന്തൊരത്ഭുതമാണ് ദൈവം തമ്പുരാന്. മനുഷ്യന്റെ എല്ല് മാറുന്നു, മനുഷ്യന്റെ കണ്ണ് മാറുന്നു, മനുഷ്യന്റെ കാല് മാറുന്നു, മൊത്തം മാറുന്ന ഒരു കാലഘട്ടം. എന്നാൽ ബൈബിളാണ് പറഞ്ഞത് അന്നാളിൽ തെരുക്കളിൽ മനുഷ്യന്റെ അവയവങ്ങൾ വിൽക്കപ്പെടും. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ വരുമ്പോൾ മനുഷ്യ അവയവങ്ങൾ അവിടെ വിറ്റുകൊണ്ടിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. എല്ലാ തുറകളിലും ബൈബിളിന് സ്വാധീനതയുണ്ട്. നമ്മുടെ ചിന്താവിഷയം ഞാൻ പറഞ്ഞല്ലോ, നമുക്കിത് 3 ഭാഗമായി തിരിച്ചു പഠിക്കാം. നമ്മുടെ സ്റ്റേജിന്റെ പിന്നിൽ മനോഹരമായൊരു ചാർട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ വേദപഠനത്തിന്റെ 2-ാം ഭാഗമാകിയാൽ ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളെ രാത്രിയിൽ നമുക്ക് ആ ഭാഗത്തെക്കുറിച്ച് ചുരുക്കമായി ചിന്തിക്കാം. ഇനി നാം തിരുവെഴുത്തിന്റെ ഭാഗങ്ങളെ 3 ഭാഗമായിട്ടാണല്ലോ തിരിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഒന്ന്, നവീന യുഗത്തില് മനുഷ്യവർഗത്തിന്റെ മേലുള്ള ബൈബിളിന്റെ സ്വാധീനത എത്ര ഉന്നതം. ഇത് മനുഷ്യന്റെ എല്ലാ ശാസ്ത്രീയ പുരോഗതിയുടെയും പിന്നിൽ ബൈബിളിന്റെ കരമുണ്ട് പ്രിയമുള്ളവരെ. ഇതൊരിക്കലും നീക്കിക്കളയാൻ കഴിയത്തില്ല. മനുഷ്യന്റെ ശാസ്ത്രീയ രംഗങ്ങളിൽ, അവന്റെ സാംസ്കാരിക രംഗങ്ങളിൽ, അവന്റെ പുരോഗതിയുടെ രംഗങ്ങളിൽ, എല്ലായിടങ്ങളിലും ബൈബിളിന് സ്വാധീനതയുണ്ട്. ഒരു കാലത്തും വെളിച്ചമേൽക്കാതെ ദുർമന്ത്രവാദികളുടെ കൂടായി പാപത്തിന്റെ അന്ധകാരം പിടിച്ച ആഫ്രിക്കയിൽ വെളിച്ചം പകർന്നത് മനുഷ്യന്റെ ശാസ്ത്രമല്ല, മനുഷ്യന്റെ അറിവല്ല, അവൻ കണ്ടുപിടിച്ച ആറ്റമിക്കല്ല. ശത്രുവായവനെ മിത്രമാക്കി തീർക്കുകയും നരഭോജിയെ നരസിഹിയാക്കി തീർക്കുകയും ചെയ്ത വിശുദ്ധ ബൈബിളാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനൊരിക്കലും ഒരു പുസ്തകത്തിൽ വായിച്ചു, പണ്ട് ആഫ്രിക്കയിൽ ഒരു ഇംഗ്ലീഷുകാരൻ തന്റെ ജോലി സ്ഥലത്ത് പോകുമ്പോൾ ഒരു കറുത്തവർഗക്കാരൻ ഒരു വൃക്ഷ ചോട്ടിലിരുന്ന് ഇങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടേയിരിക്കുന്നു. വെള്ളക്കാരൻ ഇത് കണ്ടിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവനിങ്ങനെ തലയ്ക്കൊരു തട്ട് കൊടുത്തിട്ട് പറഞ്ഞു, എടാ സ്നേഹിത, എണീറ്റ് പോകടാ, ഇതൊക്കെ പഴഞ്ചനല്ലേ, ഈ പുരോഗമിച്ച കാലഘട്ടത്തില് നീ എന്തിനാണ് ഇതും വായിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ അദ്ദേഹം മുകളിലോട്ട് നോക്കി, മുഖത്തേക്ക് നോക്കിയിട്ട് ഈ നീഗ്രോ ഈ വെള്ളക്കാരനോട് പറയാ, സാറേ, ഈ ബൈബിൾ എന്റെ കയ്യിൽ കിട്ടിയില്ലായിരുന്നെങ്കിൽ സാറിന്റെ ചങ്കും കരലും കൂടെ എനിക്ക് ഒരു നേരത്തെ ആഹാരത്തിനേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ അർത്ഥം എന്നറിയാമോ? ഞങ്ങൾ പൂർവികരായി നരഭോജിയാണ്. വെള്ളക്കാരനായ സായിപ്പേ, നീ മാനം മര്യാദയ്ക്ക് ആഫ്രിക്കയിൽ നടക്കുന്നതിന്റെ രഹസ്യം ഈ ബൈബിളാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനുഷ്യനെ വിവരമുള്ളവനായി, മനുഷ്യനെ പ്രാപ്തനായി, മനുഷ്യനെ പുരോഗതിയിൽ എത്തിച്ച് അവന് സമൃദ്ധി നൽകിയത് വിശുദ്ധ ബൈബിളാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനി നമുക്ക് നമ്മുടെ 2-ാം ഭാഗത്തേക്ക് കടന്നു പോകാം. അടുത്തതായി നമുക്ക് ചിന്തിക്കേണ്ടത് നമ്മുടെ ചിന്താ വിഷയമായ വെളിപ്പാട് പുസ്തകത്തെ കുറിച്ചാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാരംഭത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് 3 ഭാഗമായി നമുക്ക് തിരിച്ചു പഠിക്കണം. വളരെ ആഴമേറിയ, അഗാധമേറിയ വിഷയമാണ് ഈ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. ഇതൊരു1000 വർഷം ഒരു പ്രാസംഗികൻ വാതോരാതെ നിന്ന് പ്രസംഗിച്ചാലും ഇതിലൊരംശം പോലും എത്തിച്ചേരത്തില്ല. അത്ര ആഴമേറിയ വിഷയമാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വേദപുസ്തകം നമ്മൾ പഠിച്ചാല് ഈ 66 പുസ്തകത്തില് ഏതാണ്ട് പഴയ നിയമത്തിൽ 16 പുസ്തകങ്ങൾ പ്രവാചകന്റെ പുസ്തകമാണ്. യെശയ്യാവ് തുടങ്ങി മലാഖി വരെയുള്ള 17 പുസ്തകങ്ങൾക്കിടയിലെ വിലാപങ്ങളുടെ പുസ്തകം ഒഴികെ ശേഷിപ്പുള്ളതെല്ലാം പ്രവാചകന്മാരുടെ പുസ്തകമാണ്.
അവർക്കെല്ലാം പ്രവാചകന്റെ പുസ്തകം അല്ലെങ്കിൽ പ്രവചനം എന്നാണ് എഴുതിയിരിക്കുന്നത്. പുതിയ നിയമത്തിൽ ഒരേ ഒരു പ്രവചന പുസ്തകമേ ഉള്ളൂ, അതാണ് വെളിപ്പാട് പുസ്തകം. പക്ഷേ ഈ പ്രവചന പുസ്തകത്തിന് പ്രവചന പുസ്തകം എന്നൊരു വാക്ക് കൊടുക്കാതെ വെളിപ്പാട് പുസ്തകം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മറ നീക്കി വെളിച്ചത്തിൽ കൊണ്ടുവന്നു എന്ന അർത്ഥം വരുന്ന ലാറ്റിൻ വാക്കിൽ നിന്നായിരുന്നു ഈ വാക്ക് ക്രൈസ്തവ സമൂഹം സ്വന്തമാക്കിയെടുത്തിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് നാം പഠിച്ചാൽ 22 അധ്യായങ്ങളും 404 വാക്യങ്ങളുമുള്ള ഒരു മനോഹര പ്രവചന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിലുപരിയായി ഈ പുസ്തകത്തോട് സമാന്തരമായ മറ്റൊരു പുസ്തകം ബൈബിളിലുണ്ട്. അത് പഴയ നിയമ പുസ്തകത്തിലെ 27ാമത്തെ പുസ്തകമായ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകമാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകവും വെളിപ്പാട് പുസ്തകവും തമ്മിൽ നാം നോക്കിയാൽ 500 വർഷത്തെ കാലയളവ് അല്ലെങ്കിൽ അത് തമ്മിൽ അകലമുണ്ട്. തമ്മിൽ കണ്ടിട്ടില്ലാത്തതും തമ്മിൽ അറിഞ്ഞിട്ടില്ലാത്തതുമായ 2 പ്രവാചകന്മാരുടെ പ്രവചന ഭാഗമാണ് ഈ ദാനിയേലിന്റെ പുസ്തകവും വെളിപ്പാട് പുസ്തകവും. പക്ഷേ ദാനിയേൽ ബാബിലോണിലെ പ്രവാസിയായി പോയി ബാബിലോണിയ രാജകൊട്ടാരത്തിൽ ഇരുന്ന് എഴുതുമ്പോൾ യോഹന്നാൻ പത്മോസ് എന്ന ദ്വീപിൽ നാടുകടത്തപ്പെട്ടവനായി അവിടെ വെച്ച് ലഭിച്ചതാണ് ഈ വെളിപ്പാട് പുസ്തകം. എങ്കിലും ദാനിയേൽ എവിടെ പറഞ്ഞു നിർത്തിയോ അതിന്റെ ശേഷിപ്പാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിലെ 27ാമത്തെ പുസ്തകവും പുതിയ നിയമത്തിലെ 27ാമത്തെ പുസ്തകവും തമ്മിൽ ഒരു ചങ്ങലയുടെ 2 കണ്ണികയാണ്. പഴയ നിയമത്തിലെ ദൈവപ്രവാചകന്മാരിൽ ദൈവത്തിന് പ്രിയനായ ദാനിയേലും പുതിയ നിയമത്തില് ദൈവത്തിന് പ്രിയ പുരുഷനായ യോഹന്നാനുമാണ് ഈ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്. ഈ പഴയ നിയമത്തിലെ 27ാമത്തെ പുസ്തകമായ ദാനിയേല്, പുതിയ നിയമത്തിലെ 27ാമത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ പറഞ്ഞല്ലോ 22 അധ്യായങ്ങളും 404 വാക്യങ്ങളും ഈ പുസ്തകത്തിന്റെ ഉള്ളിലുണ്ട്. ഈ പുസ്തകത്തെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ ഇത് എഴുതുവാനുണ്ടായ പശ്ചാത്തലം ക്രൈസ്തവർക്ക് സുപരിചിതമാണ്. കർത്താവായ യേശുവിനെ അനുഗമിച്ച ശിക്ഷഗണത്തില് ഏറ്റവും വയോധ്യനായി മരിച്ചത് യോഹന്നാനാണ്. യേശുവിനെ അനുഗമിക്കും കാലത്ത് താൻ വളരെ ബാല്യമായിരുന്നു. വേദ പണ്ഡിതർ പറയുന്നത് യേശുവിന്റെ അമ്മയായ മറിയയുടെ സഹോദരിയായ ശലോമിയുടെ മകനായിരുന്നു ഈ യോഹന്നാൻ എന്ന് വേദപണ്ഡിതരിൽ ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. കർത്താവായ യേശുവിനെ അനുഗമിച്ച ശിക്ഷഗണത്തിൽ ഏറ്റവും വയോധ്യനായി മരിച്ചവൻ. ഈ പുസ്തകം എഴുതപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഈ സ്വർഗ്യമായ ദർശനം മറ നീക്കി ദൈവം തന്റെ ദൂതനിൽ കൂടെ യോഹന്നാന്റെ പക്കൽ ഏൽപ്പിക്കുമ്പോൾ ശേഷം സ്ത്രീഹന്മാരാരും തന്നെ ജീവിച്ചിരിപ്പില്ല. ഒന്നാമത്തെ രക്തസാക്ഷിയായി സ്തെഫാനോസ് വധിക്കപ്പെട്ടു. തുടർന്ന് സ്ത്രീയന്മാർ അപ്പോസ്തലന്മാർ ഒന്നൊന്നായി മരിച്ചു. AD 68 റോമൻ കാരാഗ്രഹത്തിൽ കിടന്ന് വിശുദ്ധ പൗലോസ്ലീഹായും മരിച്ചു. അദ്ദേഹത്തിന്റെ മരണവും കഴിഞ്ഞ് ഏറിയ വർഷം കഴിഞ്ഞാണ് ഈ വെളിപ്പാട് പുസ്തകം കിട്ടിയിരിക്കുന്നത്. ഇതുണ്ടായ പശ്ചാത്തലം ഏതെന്ന് ചോദിച്ചാൽ റോമിലെ കൈസർമാരിൽ ഏറ്റവും ക്രൂരനായ കൈസറിൽ ഒന്ന് ഡൊമേഷ്യനും മറ്റൊന്ന് നീറോയുമായിരുന്നു. ഡൊമേഷ്യൻ കൈസറുടെ കാലത്ത് യഹൂദനെ പ്രീതിപ്പെടുത്തി അവന്റെ സിംഹാസനം സുരക്ഷിതമാക്കുവാൻ ക്രൈസ്തവർക്കെതിരെ അതിശക്തമായ പീഡനങ്ങൾ അഴിച്ചുവിട്ടു. അങ്ങനെ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായ പീഡനങ്ങളുടെ ഫലമായി വയോധ്യനായ യോഹന്നാനും ആ ശിക്ഷയ്ക്ക് വിധേയപ്പെട്ടു. നന്നേ വയോധ്യനായി കണ്ണുകൾ കുഴിഞ്ഞ് തലമുടി നാരുകൾ നരച്ച് ആകെ കൂനി വളഞ്ഞ് മറ്റൊരു മനുഷ്യന്റെ സഹായം ആവശ്യമായിരിക്കുന്ന വയോധ്യനായ യോഹന്നാനെ പത്മോസ് എന്ന ദ്വീപിലേക്ക് ഈ ചക്രവർത്തി നാടുകടത്തി. അവിടെ എത്തിയ യോഹന്നാൻ ഒരാഴ്ചവട്ടത്തിന്റെ 1-ാം ദിനത്തിങ്കൽ ഒരു ഞായറാഴ്ച ദിവസം രാവിലെ ഏകനായി തടവുകാരോടൊപ്പം താൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ തന്റെ ആത്മാവിനെ ഉണർത്തി നൽകിയിട്ടുള്ളതാണ് ഈ മനോഹരമായ വെളിപ്പാട് പുസ്തകം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വെളിപ്പാട് പുസ്തകത്തിലെ വിഷയങ്ങള് നമുക്ക് അതിപ്രധാനപ്പെട്ട 14 വിഷയങ്ങളായി തിരിച്ചു പഠിക്കാം. 14 വിഷയങ്ങളായി തിരിച്ചു പഠിക്കുമ്പോൾ ആ 14 വിഷയത്തിനുള്ളിൽ ഏതാണ്ട് 50 ദർശനങ്ങളുണ്ട്.
മറ്റെങ്ങും തന്നെ ഇത്രമാത്രം, അല്ലെങ്കിൽ മറ്റ് പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ എങ്ങും തന്നെ ഇങ്ങനെ ഇത്രമാത്രം ദീർഘമായ ദർശനങ്ങൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏതാണ്ട് 22 അധ്യായങ്ങളായി തിരിച്ച് 404 വാക്യങ്ങളുള്ള ഈ വെളിപ്പാട് പുസ്തകത്തെ നമ്മുടെ പഠന സഹായത്തിനായി നമുക്ക് 14 വിഷയങ്ങളായി ചുരുക്കി പഠിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഈ 14 വിഷയങ്ങൾക്കുള്ളിൽ ഏതാണ്ട് 50 ദർശനങ്ങളുണ്ട്. മനോഹരമായ 50 ദർശനങ്ങൾ. ഇതെല്ലാം കൂടെ നമുക്ക് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചിന്തിച്ചു തീർക്കാൻ സാധ്യമല്ല. പരിശുദ്ധാത്മാവ് അനുവദിക്കുന്നതിനാൽ നമുക്ക് ചുരുക്കം ചില ഭാഗങ്ങൾ മാത്രം ചിന്തിക്കാം. എന്തായിരിക്കും ഇതിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന വിഷയം? പ്രാരംഭ ഭാഗത്തേക്ക് വന്നാൽ നമുക്കവിടെ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാണാം. മരണം വിട്ട് ഉയർത്തുവന്ന മഹിമയുടെ രാജാവായ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാണാം. രണ്ടാമതായി നാം നോക്കുമ്പോൾ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏഷ്യൻ മൈനറിലെ പ്രശസ്തമായ 7 സഭകൾക്ക് നൽകുന്ന ദൂതുകളെ കാണാം. അപ്പോസ്തലനായ പൗലോസിന്റെയും ബർന്നവാസിന്റെയും അപ്പല്ലോസിന്റെയും ശേഷം ശിഷ്യന്മാരുടെയും പ്രവർത്തനത്താൽ നേടിയെടുത്ത 7 സഭകൾക്കുള്ള ദൂതുകൾ രണ്ടാം ഘട്ടത്തിൽ കാണാം. മൂന്നാമതായി നാം നോക്കുമ്പോൾ നിത്യതയുടെ മനോഹരമായ ഒരു ദർശനം കാണാം. 24 മൂപ്പന്മാർ, 4 ജീവികൾ, ദൈവ സിംഹാസനം, അതിന്റെ മുൻപിൽ നിന്ന് ഒഴുകുന്ന നദികൾ, കോടാനുകോടി ദൂതഗണങ്ങൾ, ഇങ്ങനെ മനോഹരമായ ഒരു നിത്യതയുടെ ദർശനം കാണാം. അടുത്തതായി നാം നോക്കുമ്പോൾ മേലാൽ സംഭവിപ്പാനുള്ള പ്രവചനങ്ങളുടെ നിര ആരംഭിക്കുകയാണ്. വീണ്ടും താഴേക്ക് കടന്നു വരുമ്പോൾ അഞ്ചാമതായി തകർന്ന സാമ്രാജ്യത്തിന്റെ മടങ്ങി വരവിന്റെ ഒരു ദർശനം അവിടെ കാണാം. ആറാമതായി നാം നോക്കുമ്പോൾ 1,44,000 യഹൂദന്മാരെ തെരഞ്ഞെടുത്ത് മശിഹായുടെ രാജ്യത്തിന് അവകാശികളാക്കി തീർക്കുന്നത് കാണാം. വീണ്ടും താഴേക്ക് വരുമ്പോൾ യോഹന്നാൻ ദൈവസഭയുടെ മനോഹരമായൊരു ദർശനം 12-ാം അധ്യായത്തിൽ ദർശിക്കുന്നത് കാണാം. വീണ്ടും താഴേക്ക് നാം കടന്നു വരുമ്പോൾ യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസമെന്ന് പ്രവാചകന്മാർ വിശേഷിപ്പിച്ച ദൈവക്രോധത്തിന്റെ ദിനങ്ങളെ കാണാം. വീണ്ടും താഴേക്ക് കടന്നു വരുമ്പോൾ മർമ്മം മഗിദിയാം ബാബിലോണിനെയും അതിന്റെ ഭീകരമായ തകർച്ചയും നമുക്ക് കാണാം. വീണ്ടും താഴേക്ക് കടന്നു വരുമ്പോൾ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് വൃതസ്ഥരായി ജീവിച്ച 1,44,000 പേർ കുഞ്ഞാടിനോടുകൂടെ സിയോനിൽ നിൽക്കുന്നത് കാണാം. വീണ്ടും താഴേക്ക് കടന്നു വരുമ്പോൾ സാത്താൻ ബന്ധിതനായി തീരുന്നത് കാണാം. വീണ്ടും താഴേക്ക് കടന്നു വരുമ്പോൾ അന്തിമ യുദ്ധത്തെയും യേശുവിന്റെ സാമ്രാജ്യത്തെയും അന്തിമ ന്യായവിധിയെയും അനന്താനിത്യതയെയും കാണാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെയാണ് 14 വിഷയമായി 22 അധ്യായത്തെ തിരിച്ചിരിക്കുന്നത്. ദൈവം അനുവദിക്കുന്നെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇവയുടെ ചില ഭാഗങ്ങൾ നമുക്ക് ചുരുക്കമായി ചിന്തിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് നമ്മുടെ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേദപുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയുടെ ഭാഗം നമുക്ക് കാണാം. ഞാൻ പറഞ്ഞല്ലോ, വളരെ ആഴമേറിയ ഈ വിഷയം 1000 വർഷം നമ്മൾ നിന്നങ്ങോട്ട് പ്രസംഗിച്ചാലും ഇതിന്റെ ഒരു അംശം പോലും ആയിത്തീരത്തില്ല. ഞാൻ ഈ വേദപഠനത്തെ കുറിച്ച് ഇവിടുത്തെ ബഹുമാനപ്പെട്ട പാസ്റ്ററിനോട് പറഞ്ഞപ്പോൾ ഞാനും അന്നേരമാണ് ശ്രദ്ധ കൊടുത്ത് ഈ കാര്യങ്ങളിൽ തപ്പാൻ പോയത്. ഞാൻ ഇതിന്റെ ആഴമൊക്കെ തേടി പോയിട്ട് എങ്ങും എത്തിത്തീർക്കാനൊക്കാത്ത കാര്യമാണ്. അങ്ങനെ ദീർഘമായി കിടക്കുന്ന പ്രവചനങ്ങളുടെ നിരയാണ് വിശുദ്ധ ബൈബിളിലെ വെളിപ്പാട് പുസ്തകം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വെളിപ്പാട് പുസ്തകത്തില് 1-ാം അധ്യായം തുടങ്ങി 22 അധ്യായം വരെ പഠിച്ചാൽ ഈ 22 അധ്യായത്തിൽ നമ്മുടെ ക്രിസ്തുവിന്റെ 9 മഹത്വം നമുക്ക് കാണാം. ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് അതാണ്. പരിശുദ്ധ രക്തം കൊടുത്ത് വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരെ, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ മശിഹാ ആരെന്നും അവന്റെ മഹത്വം എന്തെന്നും അവനെ നാം രക്ഷിതാവായി അംഗീകരിച്ചപ്പോൾ സ്വർഗം നമുക്ക് പ്രദാനം ചെയ്ത മഹത്വം എന്തെന്നും ഇന്ന് രാത്രിയിൽ നമുക്ക് ചുരുക്കമായി ചിന്തിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ നമ്മുടെ പഠനത്തിന്റെ 3-ാം ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. വിശുദ്ധ ബൈബിളിലെ
ബൈബിളിന്റെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ ഉൾക്കൊള്ളുന്ന വിഷയങ്ങളിലേക്ക് ഇറങ്ങി വരാം. പ്രാരംഭത്തിൽ നാം ബൈബിളിന്റെ പ്രാധാന്യം ചിന്തിച്ചല്ലോ. അടുത്തതായി ഈ വെളിപ്പാട് പുസ്തകം എഴുതുവാനുണ്ടായ പശ്ചാത്തലവും അതിന്റെ എഴുത്തുകാരനെയും കുറിച്ച് ചിന്തിച്ചല്ലോ. ഇന്ന് രാത്രിയിൽ നമുക്ക് അടുത്തതായി ചിന്തിക്കേണ്ടത് നമ്മുടെ കർത്താവായ യേശുവിനെയാണ്. വെളിപ്പാട് പുസ്തകം 1 തുടങ്ങി 22 വരെയുള്ള അധ്യായം നിങ്ങൾ പഠിച്ചാൽ അതിൽ 9 പ്രാവശ്യം മശിഹായുടെ മഹത്വം പറയുന്നുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹായുടെ മഹത്വം എന്താണ്? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്വന്തം ജീവനെ നൽകി പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മാനകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യാവതാരമെടുത്ത് തന്നെ താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി പാപത്തെ ചുമന്നുകൊണ്ട് റോമൻ പടയാളികളുടെ ക്രൂരമർദ്ദനത്തിന് വിധേയപ്പെട്ട് ഒരു ഹീനഭാവിയെ പോലെ ദൈവക്രോധത്തിന്റെ അഗ്നിയിൽ വെന്തെരിഞ്ഞ നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹായുടെ പരിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, ഭൂമിയിൽ നാം ദരിദ്രരെങ്കിലും യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം ഭാഗ്യവാന്മാരത്രേ. അത് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നാം ശക്തിയായി ദൈവവചനം ഏറ്റുപറഞ്ഞ് ഹല്ലേലൂയ പറയാമെങ്കിൽ പിശാച് കേട്ട് വിറയ്ക്കും.